തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിക്കെതിരെ പുതിയ കരുനീക്കവുമായി സർക്കാർ. യൂറോളജി വിഭാഗത്തിൽ ഉപകരണം കാണാതായെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. ഉപകരണത്തിന്റെ ചില ഭാഗങ്ങൾ കാണാനില്ലെന്നും ഡോക്ടർ ഹാരിസ് ഇത് സമ്മതിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. വകുപ്പുതല അന്വേഷണം നടത്തണമെന്നും നിർദ്ദേശം. ഒരു ഉപകരണവും കാണാതായിട്ടില്ലെന്നും ഉപയോഗിക്കാൻ അറിയാത്തതിനാൽ മാറ്റിവെച്ചതാണെന്നും ഡോക്ടർ രാവിലെ പ്രതികരിച്ചിരുന്നു. പിന്നീട് നമുക്ക് ആ ഉപകരണം വെച്ച് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനോ അതിൻ്റേതായിട്ടുള്ള പരിചയം ഇല്ലാത്തതുകൊണ്ട് അത് ഉപയോഗിക്കാറില്ല. അത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചെറിയ രോഗത്തിനുള്ളത്, അത് നമുക്ക് സാധാരണ ദിവസവും ചെയ്യുന്ന അരമണിക്കൂർ ചെയ്യുന്ന TRP എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യുന്ന ആ ടെക്നിക്കാണ്. അതിന് വേണ്ടിയിട്ടാണ് ലേസർ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ പുതിയ ടെക്നോളജി. പിന്നെ നമുക്ക് പരിചയമില്ലാത്തത് വെറുതെ ചെയ്ത രോഗിയൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റി വെച്ചത്. കാണാതായതല്ല, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് അന്വേഷണ കമ്മീഷൻ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അത് മാറ്റി വെച്ചിരിക്കുകയാണ്, അത് ഉപയോഗിക്കുന്നില്ല, നമുക്ക് പരിചയമുള്ളതല്ല. ഞങ്ങൾക്ക് 6 ഡോക്ടർമാരുണ്ട്. 6 ഡോക്ടർമാർക്ക് ആർക്കും ഇത് വെച്ച് ഓപ്പറേഷൻ ചെയ്തുള്ള പരിചയമില്ല. അങ്ങനെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് ഓപ്പറേഷൻ ചെയ്ത് രോഗികൾക്ക് എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, പറയൂ. നീലിമ, ഡോക്ടർ ഹാരിസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ആ ഒരു ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അത് അറിയാത്തത് കൊണ്ടാണ് രോഗികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഉപകരണങ്ങൾ മാറ്റിവെച്ചെന്നൊരു വ്യക്തതയാണ് അദ്ദേഹം ഇന്ന് രാവിലെ പ്രതികരിച്ചത്. എന്തായാലും യൂറോളജി വിഭാഗത്തിൽ ഇങ്ങനെ ഒരു ഉപകരണ ക്ഷാമമുണ്ടെന്ന് സർക്കാരിനോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇത്രയും അധികം ഒരു വെല്ലുവിളി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി പോലും നഷ്ടമാകുന്ന രീതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം സർക്കാരായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2 വർഷം മുൻപാണ് ഈ ഒരു ഉപകരണം, ഇപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഒരു ഉപകരണം മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതാവുന്നത്. 2 വർഷം മുൻപാണ് ഈ ഉപകരണം കാണാതാവുന്നത്. അപ്പോൾ 1 വർഷം മാത്രമാണ് ഡോക്ടർ ഹാരിസ് ഈ മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗം മേധാവിയായി ചുമതലയേറ്റിട്ട് അദ്ദേഹം 1 വർഷം മാത്രമാണ് ആകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡോക്ടർ ഹാരിസിനെ ഇതിൽ കുറ്റക്കാരനാക്കി രക്തസമിതി റിപ്പോർട്ട് നൽകിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇതിന് കുറ്റക്കാരനാക്കി സർക്കാർ മുന്നോട്ട് വന്നതെന്നൊരു ചോദ്യമാണ് നമ്മളിവിടെ ഉന്നയിക്കേണ്ടത്. കാരണം 2 വർഷം മുൻപ് കാണാതായ ഒരു ഉപകരണമാണ്. അതിന് 1 വർഷം മാത്രം ആ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് അതിൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അതിൻ്റെ കാരണം കാണിക്കാനുള്ളൊരു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു അധികാരം സർക്കാരിന് അവിടെ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ എല്ലാ കുറ്റങ്ങളും ഡോക്ടർ ഹാരിസിൻ്റെ തലയിൽ എടുത്ത് വെക്കുന്നത് എന്നൊരു ചോദ്യമാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങളായിക്കൊള്ളട്ടെ എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ഉന്നയിക്കേണ്ടതാണ് ഒറ്റ ചോദ്യം മാത്രമാണ്. 2 വർഷം ആ ഒരു കാലയളവ് എന്തുകൊണ്ടാണ് സർക്കാർ മറച്ചു വെക്കുന്നത്? ആ ഒരു റിപ്പോർട്ടിൽ പോലും ആ ഒരു കാര്യം വ്യക്തമായിട്ട് സർക്കാർ പറയുന്നില്ല. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചതിൽ ഡോക്ടർ ഹാരിസ് എല്ലാം സമ്മതിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ അത് തികച്ചും അസംബന്ധമായ ഒരു കാര്യമാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം സർക്കാർ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിക്കെതിരെ പുതിയ കരുനീക്കവുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്.